ഏതൊരു ഗ്രാമത്തിൻ്റെയും പ്രത്യേകതയാണ് ആൺകുട്ടികളുടെ ഉറക്കം കളയുന്ന ഒരു ആൻറ്റി. അതുപോലെ തന്നെ ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നും എൻ്റെ ആളെ തലപ്പൊക്കി എഴുന്നേൽപ്പിക്കുന്ന ഒരു സുന്ദരി ആൻറ്റി. എൻ്റെ പേര് ഫൈസൽ. മലപ്പുറത്ത് ഒരു ഗ്രാമപ്രദേശത്താണ് വീട്. കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെയുള്ള താടിയൊക്കെ വെച്ച് ഒരു ന്യൂ ജനറേഷൻ ചെക്കനെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ന്യൂജൻ പയ്യന്മാരുടെ ഒരു ദുശ്ശീലവും ഇല്ലായിരുന്നു എനിക്ക്. എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ആഗ്രഹം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? അതെ, ഒന്നും നടന്നിട്ടില്ല. ഒരു ആവറേജ് മലപ്പുറംകാരൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. മാസത്തിൽ ലീവ് കിട്ടുന്നതിനനുസരിച്ച് വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ വീട് ഒരു ഇരുനില വീടാണ്. അതിൽ തന്നെ വലിയൊരു ഓപ്പൺ ടെറസും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അയൽവാസികളെല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും പോരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളവരാണ്. കാലവർഷമായാൽ കൊപ്ര ഉണക്കാൻ നല്ല വെയിലുള്ള മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ കൊപ്ര ഇടുന്നതാണ് സാധാരണ. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താത്തയുണ്ട്. അവരുടെ വീട്ടിലെ കൊപ്ര ഉണക്കാൻ എൻ്റെ വീടിൻ്റെ ടെറസിലേക്കാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊരു സർവ്വസാധാരണമാണ്. പലതവണ എൻ്റെ വീടിൻ്റെ പല ഭാഗത്തുനിന്നും പല രീതിയിലും അവരെ കാണാതെ ഞാൻ അവരെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒന്നിനും ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. താത്തയെപ്പറ്റി പറയുകയാണെങ്കിൽ പേര് റസിയ. കൃത്യമായും അറിയില്ലെങ്കിലും ഒരു 38 വയസ്സ് തോന്നിക്കും. താത്തയുടെ ഭർത്താവ് മജീദ് ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട് താത്തയ്ക്ക്. എപ്പോഴും താത്ത നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കാറുണ്ട്. പിന്നെ താത്തയെ കണ്ടാൽ തന്നെ ആരായാലും ഒന്ന് നോക്കിപ്പോകും. അപ്പോൾ തന്നെ താത്തയെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പല രീതിയിൽ അവരുമായി അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെന്നെ ഒരു മകൻ, അനിയൻ എന്നുള്ള രീതിയിലല്ലാതെ എന്നോട് പെരുമാറിയിട്ടില്ല. എനിക്കെന്തോ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പേ അവരുടെ കൂടെ ഒന്ന് കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠനം തുടങ്ങി 1 വർഷമായെങ്കിലും എൻ്റെ ഈ മോഹം ബാക്കിയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. അങ്ങനെ റസിയത്ത കൊപ്രയുമായി വീടിൻ്റെ ടെറസിലേക്ക് വന്നു. എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കി താത്ത കൊപ്ര ഉണക്കാനിട്ട് വീട്ടിലേക്ക് പോയി. എൻ്റെ റൂം 2ാം നിലയിലാണ്. അതിൻ്റെ ജനൽവാതിലൂടെ നോക്കിയാൽ റസിയാത്തൻ്റെ വീടും ഇങ്ങോട്ട് വരുന്ന വഴിയും കാണാം. അങ്ങനെ താത്ത കൊപ്ര ഉണക്കാനിട്ട് പോയി കഴിഞ്ഞ് വേഗം റൂമിൽ പോയി ജനവാതിലൂടെ റസിയാത്ത പോകുന്നത് നോക്കി ഞാൻ നിന്നു. ആ കാഴ്ച ഞാൻ നല്ലോണം നിന്ന് ആസ്വദിച്ചു. പിന്നെ പറയണ്ടല്ലോ, അങ്ങ് തുടങ്ങി. പക്ഷേ ഇത് മാത്രമേ എപ്പോഴും നടക്കുന്നുള്ളൂ. എൻ്റെ ആഗ്രഹം ഇപ്പോഴും ബാക്കിയാണ്. റസിയത്ത വൈകുന്നേരം വരും കൊപ്ര എടുത്തു വെക്കാൻ. അന്നേരം വല്ല കാഴ്ചയും ഒപ്പിക്കാം എന്നൊക്കെ ആലോചിച്ച് ചോറൊക്കെ തിന്ന് ഞാൻ ഉറക്കം പാസാക്കി. വൈകുന്നേരം ആരൊക്കെ സംസാരിക്കുന്നത് കേട്ട് ഞാൻ എഴുന്നേറ്റു. ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് ടെറസിൽ നിന്നും റസിയത്തിൻ്റെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഉമ്മയും റസിയത്തയും അവിടെ നിന്നും സംസാരിക്കുകയാണ്. കൊപ്ര കൂട്ടിയിടുകയാണ് റസിയത്ത. ഉമ്മ ഞാൻ വരുന്നത് കണ്ടതും നിനക്ക് ചായ ഇട്ട് തരാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഞാൻ ടെറസിലേക്ക് നോക്കിയപ്പോൾ റസിയത്ത അവിടെ നിന്നും കൊപ്ര വാരിക്കൂട്ടുകയാണ്. എന്നെ കണ്ടതും ഒരു ചെറിയ ചിരി പാസ്സാക്കി എൻ്റെ കണ്ണിലേക്ക് നോക്കി. പക്ഷെ ഞാൻ നോക്കിയത് കണ്ണിലേക്കല്ല. അത് നിങ്ങൾക്കറിയില്ലേ? ആ, അത് തന്നെ. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് കുറച്ചു നേരം റസിയാത്തനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഇനി എന്തൊക്കെ വന്നാലും റസിയാത്തനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഞാനങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ റസിയാത്ത ചോദിച്ചു, എന്താ ഫൈസി, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിപ്പാണോ? എങ്ങോട്ടും പോകാറില്ലേ? ഏയ് ഇല്ല റസിയാത്ത, അങ്ങനെ എപ്പോഴും വീട്ടിൽ തന്നെയൊന്നും അല്ല. അത്യാവശ്യത്തിനൊക്കെ ഞാൻ പുറത്തു പോയി വരും. പിന്നെ ലീവല്ലേ, അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. നിങ്ങളെയൊക്കെ കണ്ടിരിക്കാമല്ലോ. ബാംഗ്ലൂരാകുമ്പോൾ ഞാൻ തനിച്ചല്ലേ. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പറഞ്ഞു. ആഹാ, നമ്മളെയൊക്കെ എന്ത് കാണാൻ? നമ്മൾ ഇങ്ങോട്ടും പോവാറില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും.
ഈ പുറത്തുവാണെങ്കിൽ എനിക്ക് കുറച്ച് ചിക്കൻ മേടിച്ചു തരുമോ? റസിയാത്ത ചോദിച്ചു. ആ, അതിനെന്താ റസിയാത്ത, ഞാൻ കുറച്ച് കഴിഞ്ഞ് മേടിച്ചു തരാം. എടാ, ഞാൻ പൈസ എടുത്തിട്ടില്ല. ഈ പോകുമ്പോൾ വീട്ടിൽ വന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകാമോ? ഏയ്, അത് പ്രശ്നമില്ല താത്ത, ഞാൻ വന്നിട്ട് മേടിച്ചോണ്ട്. അങ്ങനെ അതും പറഞ്ഞ് താത്ത വീട്ടിലേക്ക് പോയി. ഒരല്പം കഴിഞ്ഞ് ചിക്കൻ വാങ്ങാൻ പോകാമെന്ന് കരുതി. കാരണം വേറൊന്നും അല്ല, ഒരു 11 മണിയൊക്കെ ആയാൽ ഞങ്ങളുടെ അവിടെ ഒരുവിധം വീടുകളിൽ കല്ലിൽ തുണി അലക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. അങ്ങനെ ആ സമയത്ത് റസിയാത്തിൻ്റെ വീട്ടിൽ പോയാൽ റസിയാത്ത് ആ സമയം അലക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, അത് വിചാരിച്ചാണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബൈക്കിലാണ് ഞാൻ ചിക്കൻ മേടിക്കാൻ പോയത്. ചിക്കനൊക്കെ വാങ്ങി നേരെ താത്താൻ്റെ വീട്ടിലേക്ക് പോയി. മുന്നിൽ പോയി ഹോൺ അടിച്ചിട്ടും അനക്കമൊന്നുമില്ല. അപ്പോൾ അലക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ബൈക്ക് നേരെ ബാക്കിലേക്ക് ഇട്ടു. അന്നേരം കണ്ട കാഴ്ച എന്നെ വേറൊരു ലോകത്തേക്ക് എത്തിച്ചു. പക്ഷേ ഞാൻ വന്നതൊന്നും താത്ത അറിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് താത്ത തല പൊക്കിയപ്പോൾ എന്നെ കണ്ടു. താത്ത ഒരു കള്ളച്ചിരിയായി എൻ്റെ അടുത്തേക്ക് വന്ന് ചിക്കൻ വാങ്ങി താത്താൻ്റെ നമ്പർ എന്നോട് സേവ് ചെയ്യാൻ പറഞ്ഞു. എടാ, ഞാൻ നിനക്ക് എൻ്റെ നമ്പർ തരാം, നീയൊരു ഹായ് വിട്ടേക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ട് നിനക്ക് GPay ചെയ്യാം. ആ, അതെന്താ താത്ത എന്നും പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തു. ഞാൻ അവിടെ നിന്ന് പോന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി താത്താക്ക് ഒരു ഹായ് വിട്ടു. പൈസയും കിട്ടി, താത്തൻ്റെ നമ്പറും കിട്ടി. വൈകുന്നേരമാകാൻ ഞാൻ കാത്തിരുന്നു. കാരണം താത്ത വരുമല്ലോ കൊപ്ര എടുക്കാൻ. അങ്ങനെ 5 മണിയായപ്പോഴേക്കും കൊപ്ര എടുത്ത് വെക്കാൻ താത്ത വന്നു. ഞാനും മെല്ലെ അങ്ങോട്ട് ചെന്നു. താത്തയുടെ മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട്. ഞാൻ മെല്ലെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. ഇന്നലത്തെ പോലെ തന്നെ താത്ത ഇന്നും സുന്ദരിയായിട്ടുണ്ട്. താത്ത കൊപ്ര വാരിക്കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എടാ, ഇതൊന്ന് പിടിച്ചു തന്നേ, എൻ്റെ തലയിലേക്ക് വെക്കാനാ. താത്ത അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് നെട്ടി. പഠിച്ചോനെ, ഇനി കൊപ്ര ഇവിടെ ഇടില്ലേ? ഞാൻ നോക്കുന്നതൊക്കെ താത്ത കണ്ടോ? ഞാൻ ആ സമയം അതൊക്കെ ആലോചിച്ച് താത്തയോട് പറഞ്ഞു, അത് താത്ത, ഇങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് അറിയാതെ സംഭവിച്ചതാ. അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് പോരുത്, സോറി. നീ എന്തൊക്കെയാടേ പറയുന്നേ? അപ്പോൾ കൊപ്രയിന്ന് ചിരട്ട് ഊരണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ ആട്ടാൻ കഴിയൂ. വീട്ടിൽ കൊണ്ടുപോയാൽ രാത്രിയും ചെയ്യാലോ, അതാ. ഞാൻ ചമ്മിയെ ചിരിച്ചുകൊണ്ട് താത്തയോട് പറഞ്ഞു, നിങ്ങൾ രാത്രി ഇങ്ങോട്ട് വരി, തേങ്ങ പൂളാൻ ഞാനും കൂടാമെന്ന്. അപ്പോൾ താത്ത ചോദിച്ചു, നിൻ്റെ അടുത്ത് കോലുണ്ടോ പൂളാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട്, എൻ്റെ അടുത്ത് എന്തിനും പറ്റിയ ഒരു കോലുണ്ട്. ചെറിയൊരു ധൈര്യം സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിലും ചെറിയ പേടിയുണ്ടായിരുന്നു എനിക്ക്. താത്താൻ്റെ മുഖം ആകെ ചുവന്നു. താത്ത പെട്ടെന്ന് പോയി. ഞാനാകെ ടെൻഷൻ അടിച്ചു, വീട്ടിൽ വല്ലതും പറയുമോ എന്നോർത്ത്. അങ്ങനെ രാത്രി ഒരു 7:30 ആയപ്പോൾ അതാ താത്ത വരുന്നു. എനിക്ക് സമാധാനമായി. അങ്ങനെ താത്തയോട് സംസാരിച്ചും ഞങ്ങൾ പണികൾ വേഗം തീർത്തു. താത്ത ഒരു ചിരി പാസ്സാക്കി പോവാന്നും പറഞ്ഞു പോയി. ഞാൻ കിടക്കാൻ നേരം വാട്സപ്പിൽ ഒരു മെസ്സേജ് നോക്കിയപ്പോൾ താത്തയായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മെസ്സേജ് വായിച്ചു. ഡാ ഫൈസി, നീ ഉള്ളത് കൊണ്ട് ആ പണിയൊക്കെ എളുപ്പം തീർന്നു, താങ്ക്സ് ഡാ. ഞാൻ തിരിച്ച് അർത്ഥം വെച്ച് ഒരു മെസ്സേജ് അയച്ചു. എൻ്റെ റസിയാത്ത, ഇങ്ങക്ക് എന്ത് പണിക്കും നമ്മൾ റെഡിയാ. എപ്പോഴാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് താങ്ക്സ് ഒന്നും പറയില്ല കേട്ടോ. താത്ത ചിരിക്കുന്നതായി ഒരു ലവ് ഇമോജി ഇട്ടു. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. അങ്ങനെ താത്ത വലിയ കുഴപ്പമില്ലെന്നും പെട്ടെന്ന് തന്നെ കൂടുതൽ അടുക്കാൻ കഴിയുമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ 2 ദിവസത്തിന് ഉമ്മാൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. ഞാൻ വരില്ലെന്ന് പറഞ്ഞ് മെല്ലെ ഒഴിഞ്ഞു. റസിയാത്ത വരുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ശ്രമിക്കാമല്ലോ. പാളിയ ഒറ്റപ്പോക്ക് ബാംഗ്ലൂർക്ക്, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. റസിയാത്ത രാവിലെ വന്നപ്പോൾ ഉമ്മ പോണ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പോണില്ലെന്ന് പറഞ്ഞപ്പോൾ താത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യം, ഒരു 3 ദിവസത്തെ വെയിൽ കൂടി കിട്ടിയാൽ ഇതാട്ടാൻ കൊടുക്കായിരുന്നു. എണ്ണ വീട്ടിലില്ല.
അപ്പോൾ ഉമ്മ പറഞ്ഞു, ആ അതിനെന്താ റസ്യ, ഓനിവിടെ ഉണ്ടല്ലോ, നീ വന്ന് ഉണക്കാനിട്ടോ. താത്ത എന്നെ നോക്കി, ഞാൻ താത്തയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അങ്ങനെ താത്ത അത് ഉണക്കാനിട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം ഉമ്മയും പോയി. താത്താൻ്റെ വരവിനായി ഞാൻ കാത്തു നിന്നു. അന്ന് താത്ത കുറച്ച് നേരത്തെ വന്നു. ഞാൻ ചോദിച്ചു, എന്നെന്താ നേരത്തെ വന്നതെന്ന്. അപ്പോൾ താത്ത പറഞ്ഞു, ഇത് ചെത്തണം, എന്നാലേ 2 ദിവസം കഴിഞ്ഞ് ആട്ടാൻ കൊടുക്കാൻ പറ്റുമെന്ന്. ആണോ, എന്നാൽ നിങ്ങൾ രാത്രി വന്നോളി, ഞാനും കൂടാം ചെത്താൻ എന്ന് പറഞ്ഞു. എടാ, അതിന് ഉമ്മയില്ലല്ലോ, രാത്രി വന്നാൽ ശരിയാകുമോ? താത്ത ചോദിച്ചു. അതെന്താ താത്ത, ഞാൻ നിങ്ങളെ പിടിച്ച് തിന്നോ? ആ പറയാൻ പറ്റില്ല, എൻ്റെ നോട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് താത്ത വീട്ടിലേക്ക് പോയി. രാത്രി ഒരു 8 മണിയായപ്പോൾ താത്ത വന്നു. ഞങ്ങളങ്ങനെ ചെത്തൽ പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞ് പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് എൻ്റെ കൈ താത്തയുടെ കയ്യിൽ കൊണ്ടു. ഹോ, എന്ത് സോഫ്റ്റാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പെട്ടെന്നാണ് അതിൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായത്. താത്ത വേഗം അത് വാരി വെച്ച് പോയി. എനിക്ക് എന്തോ പോലെയായി. ഞാൻ വാട്സപ്പിൽ കുറേ സോറിയൊക്കെ അയച്ചെങ്കിലും ഒരു മറുപടിയുമില്ല. എനിക്ക് സങ്കടം തോന്നി. കുറേ നേരം അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ലേറ്റായാണ് ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റത്. 10 മണി കഴിഞ്ഞിരുന്നു. നോക്കിയപ്പോൾ താത്താൻ്റെ മെസ്സേജ്. എന്തുറക്കാടാ ഇത്? ഞാൻ കുറേ നേരം വന്ന് ബെല്ലടിച്ചു. കൊപ്ര ചിക്കൻ, പിന്നെ ഇങ്ങ് പോന്നു. നീയൊരു കാര്യം ചെയ്യോ, ഒന്ന് ചിക്കോ, ഞാൻ വൈകുന്നേരം വരാം അത് വാരി വെക്കാൻ. ഞാൻ ഓക്കെ മാത്രം റിപ്ലൈ കൊടുത്തു. എനിക്ക് കുറച്ച് ആശ്വാസമായി. വൈകുന്നേരമാകാൻ ഞാൻ കാത്തിരുന്നു. താത്ത ഇന്നും നേരത്തെയാണ് വന്നത്. ഞാൻ ചോദിച്ചു, ചെത്തി കഴിഞ്ഞതല്ലേ ഇന്നലെ, പിന്നെ എന്താ ഇന്നും നേരത്തെ വരുന്നേ? അപ്പോൾ താത്ത പറഞ്ഞു, ആ അത് ശരി, നിന്നോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വന്നത്. അപ്പോൾ അതിങ്ങനെ ആയോ? ഞാൻ വീണ്ടും എന്നെ ശപിച്ചുകൊണ്ട്, അങ്ങനെയല്ല, താത്ത നേരത്തെ വരാറില്ലല്ലോ, അപ്പോൾ ചോദിച്ചു പോയതാ. നിങ്ങൾ എപ്പോൾ വന്നാലും നമുക്ക് സന്തോഷമല്ലേ എന്നും പറഞ്ഞു. അപ്പോൾ താത്ത പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ നിൻ്റെ നോട്ടൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഞാനാകെ ചമ്മിപ്പോയി. അപ്പോൾ ഈ കഥയുടെ ഫുൾ പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ കയറിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.